ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ വണ്ടി Isuzu MU7 2014 മോഡലാണ്. ഇത് ഡീസൽ വേരിയൻ്റാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിയൽ വീൽ ഡ്രൈവ്. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3000cc 4 സിലിണ്ടർ എഞ്ചിനാണ്. ബാക്കിയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. റോട്ടേറ്റ് കാണിച്ചു. ഓക്കെ ഫൈൻ. അപ്പോൾ ബേസിക്കലി ഇതൊരു 8 സീറ്ററാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, വണ്ടിയുടെ എക്സ്റ്റീരിയർ വരുന്നത് 8 സീറ്ററാണ്. ആക്ച്വലി വണ്ടി നല്ല നീളമുണ്ട്, അതായത് ഇന്നോവനേക്കാളും നീളമുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. ദ ഫാക്ട് ഈസ് വണ്ടിക്ക് പൊക്കം കുറവാണ്. ഓക്കെ, അപ്പം ഇതാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ. ഓക്കെ, ഇനി ബാക്കി ഇൻറ്റീരിയർ വീഡിയോസും ബാക്കിയുള്ള ഫ്രണ്ടിലെ വീഡിയോസ് എല്ലാം അടുത്ത ക്ലിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ എനിക്ക് കാണിച്ചു തരാം. ഇത്ര നേരം എക്സ്റ്റീരിയറിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ആക്ച്വലി ഇവിടെ ഒരു സ്ക്രീൻ വരും, പിന്നെ AC കൺട്രോൾസ്, പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇവിടെ ഇത്രയുണ്ട് സ്റ്റോറേജ് സ്പേസ്. ബേസിക്കലി ബേസിക് ഇൻറ്റീരിയറാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് സൂക്ഷിക്കാനും ലൈറ്റും ബാക്കിയുള്ള, പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററും കൂടെ കാണിച്ചു തരാം. ക്ലസ്റ്റർ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ വരുന്നത്. ഓക്കെ ഗൈസ്, ആൻഡ് അപ്പം ഇതാണ് സെക്കൻഡ് റോ സീറ്റ്. ഞാൻ ഒരു 6 ഫീറ്റ് അടുപ്പിച്ചുണ്ട്. എനിക്ക് ലെഗ് സ്പേസ് കാണാൻ കഴിയും, നല്ല ലെഗ് സ്പേസ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ആം റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് വേണ്ടി. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. ഓക്കെ, ഇവിടെ USB ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ AC വെൻസ് ഉണ്ട്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഞാൻ പിന്നെ തേർഡ് സീറ്റിലും കൂടെ കാണിച്ചിട്ട് ബാക്കി ഞാൻ എൻ്റെ HB കൂടെ കാണിച്ചു തരാം. ഓക്കെ, തേർഡ് സ്പേസിൽ കയറുന്നത് വെച്ചാൽ ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവർ പ്രസ് ചെയ്യുക, ഇതെങ്ങനെ വരും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത്. ഞാൻ ബാക്കിൽ ഇരുന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത്. ആക്ച്വലി ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇതെങ്ങനെ ഇരിക്കേണ്ടി വരും ബാക്ക് സീറ്റിൽ. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ബൂട്ട് റിവ്യൂ ചെയ്യാം. അതെ, ഹലോ, വീട് എവിടെയാ? ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബൂട്ട് ഇവരെ കൊണ്ടല്ലേ റിവ്യൂ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് ഇനി നിങ്ങൾ കയറി നോക്കട്ടെ എത്ര ഇതുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേര് സെറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് കാണിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് തരാം. ശരി ബ്രോ. ഓക്കെ, അപ്പം ഇത് ബാക്ക് മറിക്കാൻ നോക്കി ഇത് പ്രസ് ചെയ്യാം. മറിച്ചാൽ ഇത്ര ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ റോൾ ചെയ്തിട്ട് ഇത്ര ബൂട്ട് സ്പേസ്, ഇത് റോൾ ചെയ്താൽ ഇത്ര ബൂട്ട് സ്പേസ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. ഒന്ന് റിവ്യൂ ചെയ്ത്. ഓക്കെ, ഇതിൻ്റെ എഞ്ചിൻ പേ. ഇപ്പം നിങ്ങൾ നേരത്തെ ഒരു വിസിൽ സൗണ്ട് കേട്ട് ടെർബോ ആണ്. ഇതിൽ ടെർബോ ചാർജിലാണിത്. 3000cc 4 സിലിണ്ടർ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇനി കുറച്ച് റണ്ണിങ് ഷോട്ട്സും കൂടെ കാണിച്ച് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി 2014 Isuzu ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിരുന്നു ഫോർച്യൂണർ. അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി ഭയങ്കര റെയറാണ്. ഇവിടെ തന്നെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. എവിടെ നിന്നും എല്ലായിടത്തുനിന്നും അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന വണ്ടിയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇനി ഇതേപോലത്തെ വീഡിയോ വരും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ബൈ.